അമേരിക്കയിലെ സമീപകാലത്തായി ഇന്ത്യക്കാർക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ തുടർച്ചയായിട്ട് പുറത്തു വരുന്നുണ്ട്. അതിന് പലതിനും പല കാരണങ്ങളാണുള്ളത്. സാമ്പത്തികവും സാമൂഹികവുമായ പല കാരണങ്ങളുണ്ട്. അതിനൊപ്പം ഇന്ത്യക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളുമുണ്ട്, ഒട്ടനവധി വീഴ്ചകളുമുണ്ട്. ഈ വിവിധ കാരണങ്ങളാണ് ഇന്ത്യക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങളും അതുപോലെ തന്നെ സംഘർഷങ്ങളും വർദ്ധിച്ചു വരാനുള്ളൊരു കാരണങ്ങളായി പറയുന്നത്. അതിനൊപ്പം തന്നെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ സമീപകാലത്തായിട്ടുള്ള പല നയങ്ങളിലെ വ്യതിയാനങ്ങളും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അവിടെയുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ, അതുപോലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ, പല കാര്യത്തിലും ഒരു കൃത്യമായ വിവരണം നമുക്ക് ലഭ്യമാകുന്നില്ല. അവർ ഇന്ത്യക്കാർ പറയുന്നത് തങ്ങൾക്ക് നേരെ അതിക്രമം തുടർച്ചയുണ്ടാകുന്നു, അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ടാവും? അപ്പോൾ കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടിൻ്റെ ഇടയിൽ യു എസിൽ സംഭവിച്ച വലിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഉണ്ടായിട്ടുള്ള ഈ സ്റ്റെം മേഖലയിൽ, നമ്മൾ സ്റ്റെം സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൻപൻ വളർച്ചയാണ്. ഈ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളികൾ, ഇതാണ് അവരുടെ ഒരു എന്താ പറയുക, കുടിയേറ്റ സ്വഭാവത്തെ മൊത്തം മാറ്റി തീർത്ത ഒരു സംഭവം. 91 തന്നെയാണ് നമ്മൾ USSRൻ്റെ തകർച്ചയും അതിൻ്റെ കൂടെ തന്നെ US ഇമിഗ്രേഷൻ നിയമത്തിൻ്റെ ഒരു വരവൊക്കെ നടക്കുന്നത് ആ ഒരു വർഷത്തിലാണ്. H1B വിസ അടക്കം ആ സമയത്താണ് ഈ കുടിയേറ്റ നിയമങ്ങൾ വന്നത്. അത് യഥാർത്ഥത്തിൽ USSRൻ്റെ തകർച്ച നമുക്കറിയാം, അത് ദീർഘകാലമായി നടന്നു വന്ന ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ സാമ്പത്തിക സിസ്റ്റം മാറുന്നതിൻ്റെ ഒരു അടയാളമായിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് 91 മുതൽ ഇങ്ങോട്ട് ഇന്ത്യയിൽ നമുക്കറിയാം ആഗോളീകരണം നിലവിൽ വന്നു. അപ്പോൾ ഇന്ത്യൻ യൂത്തിന് അമേരിക്കയിൽ ഈ വളർന്നു വരുന്ന ഈ സ്റ്റെം ബൂമിൻ്റെ ഗുണഭോക്താക്കളാക്കുക എന്നതായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആഗോളീകരണ പ്രക്രിയയുടെ ഒരു ലക്ഷ്യം അതായിരുന്നു. ഈ ഒരു ബൂമിൻ്റെ ഗുണഭോക്താക്കളാക്കിയിട്ട് ഇന്ത്യൻ യൂത്തിനെ മാറ്റുക, അതിനുവേണ്ടി ഇന്ത്യൻ IT സെക്ടറിനെ വളർത്തിക്കൊണ്ടുവരിക. ഇത് വളരെ കാര്യക്ഷമമായിട്ട് നടന്നു നമുക്കറിയാം. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 71% ഓഫ് ദ H1B വിസ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഇന്ത്യക്കാർ മാറിയതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഇന്ത്യൻ കുടിയേറ്റം മുമ്പത്തെ രീതിയിൽ നിന്ന് വലിയ വ്യത്യാസം അതിന് വന്നു. ഇന്ത്യൻ കുടിയേറ്റത്തിൻ്റെ ഒരു നാച്ചറിന് വലിയ മാറ്റം വന്നു, സ്ട്രക്ചറിന് മാറ്റം വന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, US ഈ ഇതിനാവശ്യമായിട്ടുള്ള US യൂണിവേഴ്സിറ്റീസിനൊന്നും അവിടെ ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ ഡെലിവറി ചെയ്യാനുള്ള കപ്പാസിറ്റി അന്നുണ്ടായിരുന്നില്ല. അന്നത്തെ ഒരു സ്ഥിതിയിൽ അത് സാധിക്കുമായിരുന്നില്ല. വളരെ കുറഞ്ഞ അളവിലാണ് ടെക്നോളജിയും സയൻസും ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനികൾക്ക്, പുതിയ തലമുറ കമ്പനികൾക്ക് ഇൻ്റർനെറ്റിൻ്റെ വ്യാപനമൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ അത്തരം കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ ഡെലിവർ ചെയ്യാനുള്ള ഒരു സാഹചര്യം അന്നത്തെ US യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നില്ല. ഇതോടുകൂടിയിട്ട് അവർക്ക് അവരുടെ വിസ നിയമങ്ങളിൽ ഇളവ് വരുത്തേണ്ടി വന്നു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. ഇങ്ങനെയാണ് ഇന്ത്യൻസ് അവിടെ എത്തുന്നത്. ഈ കുടിയേറ്റത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, H1B വിസയുടെ കൂടെ തന്നെ H4B വിസ എൻട്രിയും കൂടുതൽ വന്നു തുടങ്ങി. അതായത് ഡിപ്പെൻഡൻറ്റ് വിസയിൽ ആളുകൾ അങ്ങോട്ട് പോകുന്നു കൂടി. മുമ്പ് യുവാക്കൾ പോവുകയും തിരിച്ചു വരികയും ചെയ്തിരുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി ഈ ഒരു ഫാമിലി അടക്കമുള്ള കുടിയേറ്റത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഈ ഫാമിലി കുടിയേറ്റത്തിന് എപ്പോഴും നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള കുടിയേറ്റങ്ങളുടെ ഒരു ചരിത്രം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. മുമ്പൊക്കെ അങ്ങോട്ട് യുദ്ധത്തിനായിട്ടും അതുപോലെ കച്ചവടത്തിനായിട്ടും വന്നിരുന്ന ആളുകൾ അവിടെ നിന്ന് ഇവിടെ വരികയും ഇവിടെ സ്ത്രീകളൊന്നും കൂടല്ലാതെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തിരുന്നത്. കപ്പലിൽ സ്ത്രീകളെ കൊണ്ടുവരാൻ കഴിയില്ല, അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ യുദ്ധത്തിന് സ്ത്രീകളെ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ സ്ത്രീകളില്ലാതെ വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു എന്താ പറയുക, അവരുടെ മതം ആണെങ്കിലും അവരുടെ കൾച്ചറാണെങ്കിലും അത് ഇവിടെ സ്ഥാപിക്കാൻ കുറച്ചധികം സമയം എടുക്കും. അതിനൊരു വലിയ പ്രോസസ്സുണ്ട്. ഇവിടെ വരുന്നു, മതം മാറ്റങ്ങൾ നടക്കുന്നു, അവരുടെ മതത്തെ പ്രചരിപ്പിക്കാനുള്ള
ശ്രമങ്ങൾ നടത്തുന്നു. ഇതിനൊക്കെ ഒരു വലിയൊരു സമയമെടുക്കും, ഒരു നൂറ്റാണ്ടുകളുടെ ഒരു വലിയൊരു സമയം അതിനെടുക്കും. എന്നാൽ ഈ US സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഫാമിലി അടക്കം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവരുടെ വിശ്വാസങ്ങളുമായിട്ടാണ് ചെല്ലുന്നത്. കടുത്ത സമ്മർദ്ദത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജോലി കഴിഞ്ഞെത്തുമ്പോൾ നീങ്ങേണ്ടി വരും. അത് ഒരു മനുഷ്യൻ്റെ നീഡാണ്, നമുക്കത് തള്ളിക്കളയാനൊന്നും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ടെമ്പിൾസ് വരാൻ തുടങ്ങി. ഈ സ്ത്രീകളും കുട്ടികളൊക്കെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇത് വളർന്നതോടുകൂടിയിട്ട് അവിടെ ടെമ്പിൾസ് വരാൻ തുടങ്ങി. ടെമ്പിൾസ് മാത്രമല്ല, മോസ്കുകൾ, ഗുരുദ്വാരകൾ ഒക്കെ വലിയ തോതിൽ വരാൻ തുടങ്ങി. ഇത് നമുക്ക് ഒരു ഭംഗിക്ക് പറയാം, ഒരു പ്ലൂറൽ സൊസൈറ്റിയിലേക്ക് US മാറുന്നു, അതിനു വേണ്ടിയിട്ട് ഇന്ത്യൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെ നമുക്കൊരു സെമിനാറിൽ ഭംഗിക്ക് പറയാം. പക്ഷേ റിയാലിറ്റിയിൽ, ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടുള്ള ചെറിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കും. സന്ദീപ് ഇപ്പം പറഞ്ഞതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. ഇന്ത്യക്കാർ അവിടെ അമേരിക്കയിലേക്ക് എത്തുന്നു, അതിനുശേഷം അവരുടെ തൊഴിൽ സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ അകലാൻ വേണ്ടി അവർ ആചാരപരമായ കാര്യങ്ങളും മതപര കാര്യങ്ങളിലും അവർ സമയം ചിലവഴിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്നൊരു കാര്യമുണ്ട്, 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷം തന്നെ ഏറ്റവും ആദ്യം തന്നെ അമേരിക്കയിലെത്തി തുടങ്ങിയ സമൂഹങ്ങളിലൊന്ന് പഞ്ചാബിൽ നിന്നുള്ളവരാണ്. അവരാണ് ഇപ്പം നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പാരമ്പര്യം അവകാശപ്പെടാവുന്നൊരു ഇന്ത്യൻ വംശജരായിട്ടോടെയുള്ള ഒരു വിഭാഗം. ഭൂരിഭാഗമല്ല, ഒരു നല്ലൊരു വിഭാഗം ആൾക്കാർ. അതിനുശേഷമാണ് കൂടുതൽ ആളുകളേക്ക് അമേരിക്കയിലേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ 90-കൾക്ക് ശേഷത്തെ ഒരു കണക്കും കാര്യങ്ങൾ സന്ദീപ് പറയുന്നുണ്ട്. ഇപ്പോൾ H1B വിസയ്ക്ക് ശേഷം 90-കൾക്ക് ശേഷം കൂടുതലായിട്ട് ആൾക്കാർ ഇവിടുന്ന് IT സെക്ടറിലേക്ക് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. അവർക്കൊപ്പം ഫാമിലിയും പോയിട്ടുണ്ട്. അതിനുശേഷമാണെന്ന് തോന്നുന്നു ഈ പറയുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ അവരുടെ കൾച്ചറും റിലീജിയനും ഉൾപ്പെടെ എല്ലാം അങ്ങോട്ടൊരു പറിച്ചു നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതും ഒരു സംഘർഷത്തിലേക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് തീർച്ചയായും അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ട്രംപ് ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളുടെ ഒരു പിന്നിൽ ഇതിൻ്റെ ഒരു ചില റിയാലിറ്റീസ് ഉണ്ട്. ഇവരുടെ ഈ എന്താ പറയുക, തീവ്രവലത് നിലപാടുകളെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ ഈ ട്രംപ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ ഇപ്പോൾ 90s ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റീസിലെ അവസ്ഥ, US യൂണിവേഴ്സിറ്റീസിലെ അവസ്ഥ. അവർ എൻട്രി ലെവൽ ജോബുകൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ യങ്ങായിട്ടുള്ള ആളുകളെ അവരിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സർപ്ലസ് തന്നെ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ എൻട്രി ലെവൽ ജോബ്സിന് ആളുകളാവുന്നുണ്ട്. പക്ഷേ US ഒരു ബലം എന്ന് പറയുന്നത് എൻട്രി ലെവൽ ജോബ്സിൽ നിൽക്കുന്നതല്ല. അവരുടെ ഒരു ബലം എന്ന് പറയുന്നത് ഏറ്റവും വരണ്യമായിട്ടുള്ള ടെക്നോളജിയും മറ്റ് സംവിധാനങ്ങളും അവർക്കുണ്ട്. അതിന് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ സേനയും തൊഴിൽ ശക്തിയും അവരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. ഈ തൊഴിൽ ശക്തിയുടെ ബലത്തിലാണ് യഥാർത്ഥത്തിൽ US നിൽക്കുന്നത്. പക്ഷേ ട്രംപിൻ്റെ അനുകൂലികളും കരുതുന്നത് ഇവിടെ എൻട്രി ലെവൽ ജോബ്സിന് നിറയെ ആളുകൾ, നിറയെ യുവാക്കൾ ഇങ്ങനെ കാത്തു കെട്ടി നിൽക്കുന്നുണ്ട്, ഇവരെ കൊണ്ട് ഇതിനെ നയിക്കാൻ കഴിയുമെന്നുള്ള ഒരു വൃഥ തോന്നൽ ആ ഒരു കൂട്ടർക്കുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നത്തിൽ കാമ്പുണ്ടെന്ന് പെട്ടെന്ന് തോന്നാമെങ്കിലും അതിലെ വലിയൊരു പ്രശ്നം വേറെ കിടക്കുന്നുണ്ട്. അവർ US എക്കോണമിയെ തന്നെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുള്ള വേറെ വലിയ പ്രശ്നം ഇതിൻ്റെ പിന്നിലുണ്ട്. അത്രയും ഉന്നതമായ സാങ്കേതിക ജ്ഞാനമുള്ള ആളുകളൊന്നും നിലവിൽ US-ലില്ല. ഇല്ല എന്നല്ല പറയുന്നത്, ആവശ്യമായ അളവിലില്ല. അപ്പോൾ ഇന്ത്യൻ കുടിയേറ്റം അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള കുടിയേറ്റം എന്ന് പറയുന്നത് ഇപ്പോഴും അവർക്ക് ആവശ്യമാണ്. ഇപ്പോൾ 90s നിന്നുള്ളൊരു കണക്ക് ഇങ്ങോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 500% ഇന്ത്യൻ ഫാമിലികളുടെ കുടിയേറ്റം US-ലേക്ക് വർദ്ധിച്ചിട്ടുള്ളത്. ഏതാണ്ട് 4 ലക്ഷം ഇന്ത്യൻ റെസിഡൻസ് ഉണ്ടായിരുന്ന ആ ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ ഏതാണ്ട് 6 മില്യൻ്റെ അടുത്ത് ഇന്ത്യൻ റെസിഡൻസ് ഉള്ള തരത്തിലേക്ക് US-ൻ്റെ എന്താ പറയുക ഡെമോഗ്രഫി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ തീവ്രവലത് വിഭാഗങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ കൂടെ തന്നെ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ടെമ്പിൾസ്, മോസ്കുകൾ, അതിൻ്റെയൊക്കെ വളർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്നാണ്. അതായത് കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു 2 പതിറ്റാണ്ടിൻ്റെ ഇടയിലൊക്കെയാണ് വളർച്ച വരുന്നത്. അവിടുത്തെ ടെമ്പിൾസിൻ്റെ അളവ് 2003 അപേക്ഷിച്ച് ഇപ്പോൾ ഒരു 130% കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 1000-ഓളം ടെമ്പിൾസ് അവിടെ ഉണ്ട്. മുമ്പ് ഒരു 10, 300, 400 ഉണ്ടായിരുന്ന ടെമ്പിൾസ് വളർന്ന് ഇപ്പോൾ 1000-ഓളം ടെമ്പിൾസായി. ഗുരുദ്വാരകളും അത്ര തന്നെ 130-യുടെ അടുത്ത് വളർച്ച വന്നിട്ടുണ്ട്. അതുപോലെ മുസ്ലിം മോസ്കുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ തരത്തിലുള്ള വലിയ തോതിലുള്ള വളർച്ച വന്നിട്ടുണ്ട്.
ഇതെല്ലാം വളരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിലവിലുള്ള സിറ്റിസൺസിൻ്റെയും റിലീജിയസ് കൾച്ചറിൻ്റെ അവരുടെ ധാരണകളും സ്വാഭാവികമായിട്ട് വളരുകയും അതിനൊരു സാധ്യത നിൽക്കുകയാണ്. ഈ ഒരു സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഇവിടെ നിന്ന് പോകുന്ന ആളുകളുടെ പ്രത്യേക തരത്തിലുള്ള ആഘോഷങ്ങൾ, അവരുടെ ഒരു സിവിക് സെൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിൽ ഉള്ള ആഘോഷങ്ങളാണ്. നമ്മളുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷത്തിൻ്റെയും അങ്ങനത്തെ ഹോളി പോലുള്ള ആഘോഷങ്ങളൊക്കെ നമ്മുടെ ഒരു പ്രത്യേക തരമാണ്. ഇപ്പോൾ ദീപാവലി ആണെങ്കിലും വിഷു ആണെങ്കിലും നമുക്ക് വേറെ തരത്തിലാണ്, വളരെ ലൗഡാണത്, മറ്റുള്ളവരെ ശല്യപ്പെടുന്ന രീതിയിലുള്ള ആഘോഷം. അതെ അതെ. അവരെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഒരു മൈഗ്രെയിൻ ഉള്ള ഒരാൾ, ഒരു രോഗിയുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റുന്ന കാര്യമില്ല. അപ്പോൾ ഇത്തരം ഈ കൾച്ചറൽ ഡിഫറൻസസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴുകിച്ചേരാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. അവിടുത്തെ ശക്തമായ നിയമ സംവിധാനങ്ങളുടെ ബലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ സംഘർഷങ്ങളുടെ ഒരളവ് താരതമ്യേന കുറഞ്ഞിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. ആ തരത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കത് കാണാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു പ്ലൂറൽ സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇപ്പോൾ പറയാം, ഈ ബുദ്ധിജീവി സെമിനാറുകളിൽ പറയുന്ന പോലെ പ്ലൂറൽ സൊസൈറ്റിയിലേക്കുള്ളൊരു മാറ്റം, അതിന് US തയ്യാറെടുക്കുന്നതിൻ്റെ ഒരു സമയം, അതിന് സജ്ജമാകാൻ എടുക്കുന്ന സമയം എന്നൊക്കെ നമുക്ക് കണ്ട് ഇപ്പോൾ തൽക്കാലം സമാധാനിക്കാമെങ്കിലും അവിടെ പ്രശ്നങ്ങൾ, സംഘർഷാവസ്ഥ വളരെ രൂക്ഷമാണ്. അത് ഇന്ത്യൻസിനെ തന്നെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. ഇപ്പോൾ ഈ സന്ദീപ് പറഞ്ഞ അമേരിക്കയിലേക്കുള്ള ഒരു ഇന്ത്യൻസിൻ്റെ ഒരു ഫ്ലോയിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ 1917 വരെ തോന്നുന്നു ആ സമയത്തിൽ ഒരു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തെ നിയമം വഴി അമേരിക്ക ഒരു പരിധിവരെ നിയന്ത്രിച്ചിട്ടുണ്ട്. അതിനുശേഷം 1965 മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു ഇമിഗ്രേഷൻ ആക്ട് കൊണ്ടുവന്നിട്ട് ഈ രീതിയിലൊരു അയവ് വരുത്തി. അതിനുശേഷം US ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വർധന വന്നു. കാരണം ഇവിടുന്ന് പോകുന്നവരുടെ എണ്ണത്തിൽ വർധന വന്നു. അതിൻ്റെ അകത്ത് കൂടുതൽ പേരും ഈ എൻജിനീയറിംഗ് മേഖലയിലുള്ളവരും അല്ലെങ്കിൽ ഈ ശാസ്ത്രീയ പോലുള്ള അങ്ങനെയുള്ള മേഖലയിലേക്കുള്ളവരായിരുന്നു. അതിനുശേഷമാണ് 90കളിൽ മാറ്റം വരുന്നു. H1B വിസയുമായി ബന്ധപ്പെട്ട ഒരു ആനുകൂല്യം വരുന്നു. അതിനുശേഷം ഇന്ത്യക്കാർ ധാരാളമായിട്ട് പോകുന്നു. അതിനുശേഷം അവരുടെ കുടുംബങ്ങളെയും അടക്കം അങ്ങോട്ട് കൊണ്ടുവന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണുന്ന ഇപ്പോൾ 2026 എത്തുമ്പോൾ ഇന്ത്യൻ സമൂഹം US വലിയൊരു വിഭാഗമായി മാറിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ ആചാരങ്ങളും രീതികളും എല്ലാം തന്നെ അവരങ്ങോട്ട് പറിച്ചു നട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് അവിടെയുള്ള ഈ ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന അവരുടേതായ ഒരു ആർഭാടങ്ങളും ഒരു ജീവിതശൈലിയെല്ലാം ഇന്ത്യൻസിന് അവിടെ കൊണ്ട് അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെയുള്ള അമേരിക്കൻസിൻ്റെ ഇടയിൽ ശക്തമായൊരു എതിർപ്പുണ്ടാകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. അതിനൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻസിൻ്റെ ഇടയിലൊരു തോന്നലുണ്ട്, ഇപ്പോൾ ഇന്ത്യക്കാർ ഞങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തട്ടിയെടുക്കുന്നു, ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അമേരിക്കയുടെ ഭരണസ്ഥിര കേന്ദ്രങ്ങളിലടക്കം പണ്ട് പോയ ഇന്ത്യൻ വംശജരായിട്ടുള്ള ഇന്ത്യക്കാരുൾപ്പെടെ ഇപ്പോൾ അവിടെ നിർണായക പദവികളിലെത്തിയ ഒരു സാഹചര്യമാണ്. അമേരിക്കൻ ഭരണകൂടത്തിലടക്കം കമലാ ഹാരിസൊക്കെ നമുക്ക് അതിനൊരു തെളിവാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഇവർക്ക് അമേരിക്കൻസിൻ്റെ ചിന്തയിൽ വളരെ ശക്തമാണ്. കാരണം ഞങ്ങൾ അനുഭവിക്കേണ്ടതായിരുന്നു ഇതെല്ലാം, പക്ഷേ ഇതെല്ലാം അനുഭവിക്കുന്ന ഇന്ത്യക്കാരാണെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ അടിസ്ഥാന വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഈ കുടിയേറി വന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ അടിസ്ഥാന വരുമാനത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ തന്നെ ഇന്ത്യക്കാരാണ് മുന്നിലുള്ളത്. അതുപോലെ തന്നെ ഈ നിർണായക പദവികളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ മക്കളെ സുന്ദർപ്പിച്ചയുടെ കാര്യമായി ആണ് നോക്കാം. അതുപോലെ തന്നെ വലിയ വലിയ കോർപ്പറേറ്റുകളുടെ അടക്കം തലപ്പൊക്കത്തുള്ളത് ഇന്ത്യൻ വംശജരാണ്. അതുപോലെ തന്നെ വലിയ കമ്പനികളുടെ CEOമാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ധനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കുകളുടെ അങ്ങനെ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഇന്ത്യൻസിൻ്റെ ഒരു വലിയ സ്വാധീനമുണ്ട്. അത് നമുക്ക് പിന്നെ പറയേണ്ട ഒരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണമാണ്. അത് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ അമേരിക്കൻസിൻ്റെ ഒരു തോന്നലിൽ ഇതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നു, ഞങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ്, പക്ഷെ ഇതെല്ലാം ഇപ്പോൾ ഇന്ത്യക്കാരാണ് അനുഭവിക്കുന്നത്. ഇതിൽ ഈ ഒരു വിഷയത്തിൽ അടുത്ത കാലത്തുണ്ട ഒരു സംഭവം നമുക്ക് ഓർക്കാവുന്നതാണ്. ഈ ഒരു ട്രക്ക് ഡ്രൈവർ അവിടുന്ന് ഇല്ലീഗലായിട്ട് ബോർഡർ കടന്നിട്ട് എങ്ങനെയോ അവിടെ എത്തിച്ചേർന്ന ട്രക്ക് ഡ്രൈവർ മെക്സിക്കോ വഴിയാണ്. അതെ അതെ. പുള്ളി ഹർജിന്ദർ സിംഗ് പറഞ്ഞൊരു കക്ഷി, പുള്ളി പഞ്ചാബിൽ നിന്ന് ഏതൊക്കെയോ വിധേന അവിടെ എത്തിച്ചേരുകയും അവിടെ ട്രക്കിംഗ് കമ്മ്യൂണിറ്റിയിലും ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി മുഴുവൻ ഏതാണ്ട് പഞ്ചാബികളാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ എത്തിച്ചേരുകയും അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. പുള്ളി നിയമവിരുദ്ധമായിട്ട് അവിടെ എത്തി മാത്രമല്ല, ഈ ട്രക്ക് ഓടിച്ചതും നിയമവിരുദ്ധമായ രീതിയിൽ അങ്ങനെ അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, 3 പേര് മരിച്ചു.
ഈ സംഭവത്തിൽ അവിടെ ഉണ്ടായ ഒരു വൈകാരികത, ഇവരുടെ ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് മാത്രമല്ല, അവിടെ ധാരാളം ഇൻസിഡൻസ് ഇതുപോലെ നടക്കുന്നുണ്ട് ഇന്ത്യൻസിൻ്റെ ഭാഗത്തുനിന്ന്, ഇങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ അവരുടെ ഇടപെടലുകൾ. അപ്പോൾ വലിയൊരു വൈകാരികത ഇതിനെതിരുണ്ടായി. പക്ഷേ രസകരമായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഹർജിന്ദർ സിംഗ് എന്ന് പറഞ്ഞ കക്ഷിക്ക് വേണ്ടിയിട്ട് പഞ്ചാബി യൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന, ഒരു കൂട്ടായ്മയൊക്കെ ഇറങ്ങി അവർ വലിയ തോതിലുള്ള ഒപ്പ് ശേഖരണം change.org വഴി നടത്തി ഒരു 2.5 മില്യൺ ആളുകളുടെ ഒപ്പ് അവർ ശേഖരിച്ചു. അവർക്കാണെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ടിക്ടോക്കും വഴിയൊക്കെ പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ഇത് വലിയ തോതിൽ ഒപ്പ് ശേഖരണമൊക്കെ നടത്തിയിട്ട് ഇങ്ങേർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കിയെടുത്തു. ഇങ്ങേർക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും പ്രമുഖർ രംഗത്ത് ഇറങ്ങേണ്ടി വന്നു അവസാനം. അതായത് ഇല്ലീഗലായിട്ട് അവിടെ എത്തിച്ചേർന്ന ഒരാൾ, ഇല്ലീഗലായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് അപകടം ഉണ്ടാക്കിയ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി മൊത്തം ഇറങ്ങുകയാണ്. ഇത് അവിടുത്തെ US-ലെ മറ്റ് കമ്മ്യൂണിറ്റികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ പൗരന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പല ഇതിൽ പറയുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ട് ഇന്ത്യൻസ് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇതിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ വളരെ നിയമപരമായിട്ടുള്ള രീതിയിൽ പോവുകയും സമാധാനപരമായിട്ട് അവിടെ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അവർ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാതെ, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെ ഇത്തരം വിഷയങ്ങളൊന്നും അവർ ഒരിക്കലും അവരുടെ എന്താ പറയുക ഇതിലേക്ക് കുടിയേറ്റ ജീവിതത്തിലേക്ക് ഇതുവരെ എടുത്തിട്ടില്ല. മലയാളികളാണ് ഏറെക്കുറെ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലായിക്കോട്ടെ, ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലേക്കായിക്കോട്ടെ, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലായിക്കോട്ടെ, എങ്ങോട്ടാണെങ്കിലും മലയാളികൾ അതിൻ്റേതായ ഒരു കറക്റ്റായിട്ടുള്ള പാത്തിലൂടെയാണ് പോകുന്നത്, നിയമ നടപടികൾക്കനുസരിച്ചാണ്. പക്ഷെ മറ്റ് പലയിടങ്ങളിൽ നിന്നുള്ളവർ, ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ട്രക്ക് ഡ്രൈവറുടെ കാര്യം പറഞ്ഞ പോലെ, അദ്ദേഹം മെക്സിക്കോ വഴി അവിടെ നിന്നാണ് വ്യാജ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് അദ്ദേഹം ട്രക്ക് ഡ്രൈവറായിട്ട് ജോലിക്ക് കയറുന്നതും മറ്റും പിന്നീട് അപകടം ഉണ്ടാകുന്നതൊക്കെ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുമ്പോഴും നമ്മൾ പറയേണ്ട ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശക്തമായ ഒരു ഇന്ത്യൻസിനുള്ള എതിരുള്ള വികാരം അമേരിക്കയിൽ ശക്തമാകുമ്പോഴും ഈ വീഴ്ചകൾ ഇന്ത്യക്കാരുടെ ഭാഗത്ത് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ റിലീജിയൻ ആയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അമേരിക്കയിൽ ഭയങ്കരമായിട്ട് സമീപകാലത്തായിട്ട് ഉയർന്നിട്ടുണ്ട്. ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം ഈ അമേരിക്കൻസിനിടയിൽ ഈ മതപരമായ ചിഹ്നങ്ങൾ ധരിക്കുന്നവർക്കെതിരെ ശക്തമായൊരു വികാരമുണ്ട്. പ്രത്യേകിച്ച് ഈ ഇവരുണ്ടല്ലോ പഞ്ചാബിൽ നിന്നുള്ള ഒരു സിഖർ, അവരുടെ തലപ്പാവ് ഒരു അമേരിക്കൻ പൗരൻ്റെയൊക്കെ ഒരു നോട്ടത്തിൽ ഇതൊരു മുസ്ലിം വിഭാഗത്തിൻ്റെതായ ഒരു ചിഹ്നം പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് അവരുടെ രീതിയിൽ പ്രതികരണം പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു റിലീജിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ മതപരമായ ആചാരങ്ങൾ ഇപ്പം കൂടുതലായിട്ട് അവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ കൂടുതലുള്ളത് ഏത് സ്റ്റേറ്റിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഗുജറാത്തിൽ നിന്നാണെന്ന് പറയാം. രണ്ടാമത് വേണമെങ്കിൽ തെലങ്കാന, ആന്ധ്ര എന്ന് പറയും. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ അടക്കം ഇപ്പോൾ അവിടെ പല രീതിയിലുള്ള മതപരമായ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനൊപ്പം തന്നെയാണ് ഈ ആന്ധ്രയിൽ നിന്നുള്ളവരാണെങ്കിലും ഗുജറാത്തിൽ നിന്നുള്ളവരാണെങ്കിലും അവർ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻസിൻ്റെ ഇടയിൽ ഒരു വ്യാപകമായ എതിർപ്പിനും അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു കടന്നുകയറ്റമൊക്കെ ആയിട്ട് അവരോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടിയേറ്റത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ US-ൻ്റെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങി വെച്ച പ്രശ്നങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല, US തന്നെയാണ് ഈ ആഗോളീകരണ പ്രസ്ഥാനം തുടങ്ങി വെച്ചത്. അല്ല, അവർക്ക് ആ സമയത്ത് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻസ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്ക് അതിലൊരു വിഭാഗം ആൾക്കാർക്ക് തോന്നുന്നു ഇവരെ ഞങ്ങൾക്ക് ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യം അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഈ US-നകത്ത് ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് അവർ തന്നെ സൃഷ്ടിക്കുന്ന അനാവശ്യമായിട്ടുള്ള വലിയൊരളവ് അനാവശ്യമായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ ഭാഗം തന്നെയാണത്. പിന്നെ ഒരു സൊസൈറ്റി ആകുമ്പോൾ അതിലേക്ക് കലരാനുള്ള രണ്ട് സൊസൈറ്റികൾ കലരാനുള്ള ഒരു സമയം എന്തായാലും എടുക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുടിയേറ്റത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യമാണ് US എന്ന് പറയുന്നത്. അപ്പോൾ കുടിയേറ്റം അവർക്ക് ഒരു കാലത്തും തടഞ്ഞു നിർത്താൻ കഴിയില്ല. കാരണം അവരുടെ വളർച്ച, അവരുടെ നിലനിൽപ്പൊക്കെ യഥാർത്ഥത്തിൽ കുടിയേറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്തായാലും ഈ പ്രശ്നങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്ന് വലിയ വയലൻസിലേക്കൊന്നും പോകില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.